അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ആശിഖ്യങ്ങളെ, മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രവും സ്നേഹസമ്മാനവും എന്ന നമ്മുടെ ഇഷ്ക് മദീന കുടുംബത്തിൻ്റെ പരിപാടിയുടെ 3-ാമത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. നമ്മൾ കേൾക്കുന്നതും പറയുന്നതും അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രവും അതുപോലെ തന്നെ തിരുസുന്നത്തും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതുവഴി ഏറ്റവും നല്ലൊരു ആഷിക്കായി മാറാനും അതുവഴി അള്ളാഹുവിലേക്ക് ഏറ്റവും അധികം വേഗത്തിൽ അടുക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് സ്വർഗത്തിൽ വലിയ സ്ഥാനം പങ്കിടാനുള്ള ഭാഗ്യം നമ്മുടെ ഇഷ്ക് മദീന കുടുംബത്തിലുള്ള എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഇന്നത്തെ ചരിത്രത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ ഇഷ്ക് മദീന കുടുംബത്തിൻ്റെ ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയാവുന്ന ചരിത്രങ്ങൾ തന്നെ, നമ്മൾ പഠിച്ചു വെച്ച ചരിത്രങ്ങളിലൂടെ തന്നെയാണ് ഇഷ്ക് മദീന കുടുംബത്തിൻ്റെ ചരിത്രവും സ്നേഹസമ്മാനവും കടന്നു പോകുന്നത്. എങ്കിൽ പോലും നമ്മൾക്ക് അറിയാവുന്ന ചരിത്രം തന്നെ മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം വീണ്ടും ഇഷ്ക് മദീന കുടുംബത്തിലൂടെ നമ്മൾ കേൾക്കുന്ന സമയത്ത് ഒരു പടി കൂടി നമുക്ക് മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുക്കാൻ കഴിയുകയാണെങ്കിൽ, ഒരു സ്വലാത്തെങ്കിലും അധികമായി ചൊല്ലാൻ കഴിയുകയാണെങ്കിൽ, അതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകുകയാണെങ്കിൽ അതൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡിൽ 1-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് 2-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ സമ്മാനം നൽകി. ആദ്യം നമ്മൾ സമ്മാനം നൽകിയത് അനു സമീർ എന്ന അവർക്കാണ് കൊടുത്തത്. അപ്പോൾ 2-ാമത്തെ എപ്പിസോഡിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് ആളുകൾ അതിന് ഉത്തരം നൽകിയിട്ടുണ്ട്. അതിൽ നിന്നൊരാൾ നമ്മൾ ഇന്ന് തിരഞ്ഞെടുക്കുന്നുണ്ട്. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ ചരിത്രത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹത്തിനും നുബുവത്തിനും ഇടയിൽ സംഭവിച്ച ഒരു ചരിത്ര സംഭവത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ചരിത്രം മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40-ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ വെച്ചാണ് നുബുവത്ത് ലഭിച്ചത്. ഹിറാ ഗുഹയെക്കുറിച്ച് നമുക്കറിയാം. മക്കയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരത്തിൽ ഹറമിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ പർവ്വതമാണ് ജബലൻ നൂർ. ഏകദേശം 2100 അടി ഉയരമുള്ള ഈ പർവ്വതത്തിന് മുകളിലാണ് ഹിറാ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ ഒരു പ്രാവശ്യം മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ഏകാന്തനായി ഇരിക്കുക പതിവുണ്ടായിരുന്നു. കാരണം അന്നത്തെ ജാഹിലിയ കാലഘട്ടം എന്നറിയപ്പെടുന്ന ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ടുനിൽക്കുകയും ആ സമൂഹത്തിന്റെ ധാർമ്മികമായ അധപ്പതനത്തെക്കുറിച്ച് ഓർത്ത് ഏറെ വിഷമിക്കുകയും ചെയ്തിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ബഹുദൈവാരാധനയിലും അന്ധവിശ്വാസങ്ങളിലും മദ്യത്തിലും ചൂതാട്ടത്തിലും എല്ലാ സാമൂഹിക തിന്മകളിലും മുങ്ങിയ ആ സമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പലപ്പോഴും ചിന്തിക്കുമായിരുന്നു. അങ്ങനെ ഏകാന്തതയ്ക്ക് വേണ്ടി മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഹിറാ ഗുഹ. ചിലപ്പോൾ 3 ദിവസം, ചിലപ്പോൾ 7 ദിവസം, ചിലപ്പോൾ 30 ദിവസം വരെയും മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ ഗുഹയിൽ താമസിക്കാറുണ്ട്. അതിനാവശ്യമായ ഭക്ഷണവുമായിട്ടാണ് മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ ഗുഹയിലേക്ക് പോയിരുന്നത്. പലപ്പോഴും ഖദീജ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണവുമായിട്ട് ഹിറാ ഗുഹയിൽ വരാറുണ്ട്. അങ്ങനെ വന്നാൽ ഒരു ദിവസം അവിടെ താമസിച്ച് പിറ്റേ ദിവസമാണ് ഖദീജ ബീവി തിരിച്ചു പോവാറുള്ളത്. പലപ്പോഴും മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണ സാധനങ്ങൾ കഴിയുന്നതുവരെ ഹിറാ ഗുഹയിൽ താമസിക്കാറാണ് പതിവ്. ശേഷം തിരിച്ചു പോകുമ്പോൾ കഅബയിലേക്ക് പോയി അവിടെ തവാഫ് ചെയ്തതിന് ശേഷമാണ് വീട്ടിലേക്ക് പോകാറുള്ളത്. അങ്ങനെ മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സ് പൂർത്തിയായപ്പോൾ ആ വർഷം റബീഉൽ അവ്വൽ മുതൽ തന്നെ തന്നിലേക്ക് കടന്നു വരുന്ന പ്രവാചക ലബ്ധിയെ സത്യമാക്കുന്ന തരത്തിലുള്ള പല സ്വപ്നങ്ങളും കണ്ടു തുടങ്ങി. എല്ലാ സ്വപ്നങ്ങളും പ്രഭാതം പോലെ സത്യമായി വന്നു. പതിവായി 6 മാസത്തോളം സത്യസന്ധമായി പുലരുന്ന സ്വപ്നങ്ങൾ കണ്ടു മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ക്രമേണ മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കാനുള്ള ആഗ്രഹം വർദ്ധിച്ചു വന്നു.
അങ്ങനെ മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഹിറാ ഗുഹയിലെത്തി ദിവസങ്ങളോളം കഴിച്ചുകൂട്ടി. തൻ്റെ പിതാമഹന്മാരായ ഇസ്മായിൽ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ഒക്കെ മില്ലത്ത് അനുസരിച്ചിട്ടുള്ള ആരാധനകളിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ സമയം ചെലവഴിച്ചു. പതിവ് പോലെ തന്നെ പലപ്പോഴും ഖദീജ ബീവിയും ഭക്ഷണവുമായിട്ട് ഹിറാ ഗുഹ കയറിയിറങ്ങി. അങ്ങനെ ദിവസങ്ങൾ നീങ്ങി. റമദാനിലെ ഒരു തിങ്കളാഴ്ച ദിവസം രാത്രിയിൽ മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹിറാ ഗുഹയിൽ കഴിച്ചു കൂട്ടുന്ന സമയത്ത് പെട്ടെന്ന് ഗുഹയിൽ ഒരാൾ പ്രത്യക്ഷപ്പെടുകയാണ്. വന്ന ആൾ നബിയോട് പറയുകയാണ്, ഇഖ്റ, വായിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയുകയില്ല. അപ്പോൾ വന്ന ആൾ മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇഖ്റ. അപ്പോൾ മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ അന ബിഖാരി, ഞാൻ വായിക്കാൻ അറിയുന്ന ആളല്ല. അപ്പോൾ വീണ്ടും കൂട്ടിപ്പിടിക്കുന്നു. ഓരോ പിടുത്തത്തിലും വല്ലാതെ വേദനിക്കുന്നു മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. താൻ മരിക്കുകയാണോ എന്ന് പോലും ചിന്തിച്ചു പോയി. മൂന്നാമത്തെ പിടുത്തവും വിട്ട ശേഷം ആ വന്നയാൾ പറയുകയാണ്, ഇഖ്റ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി ആവർത്തിക്കണ്ട എന്ന് കരുതി ചോദിച്ചു, എന്താണ് വായിക്കേണ്ടത്? അപ്പോൾ ആ വന്ന ആൾ ഓതിക്കൊടുക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك തുടങ്ങിയ ആയത്തുകൾ അവർ ഓതി നിർത്തിയപ്പോൾ മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് തിരിച്ചു ഓതിക്കൊടുത്തു. അങ്ങനെ ആ വന്ന ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ട് പോയി മറഞ്ഞു. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയന്നുകൊണ്ട് മലയിറങ്ങാൻ ആരംഭിച്ചു. ആ കൂരിരുട്ടിൽ ഭയന്നുകൊണ്ട് 2100 അടി ഉയരമുള്ള ആ മലയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റയ്ക്ക് ഓടിയിറങ്ങുമ്പോൾ അനുഭവിച്ച ആ മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. ഏകദേശം പകുതിയോളം മലയിറങ്ങിയ സമയത്ത് ആകാശത്ത് നിന്ന് വീണ്ടും അതാ ഒരു അശരീരി, ഓ മുഹമ്മദ്, നിങ്ങൾ പ്രവാചകനാണ്, ഞാൻ ജിബ്രീൽ എന്ന മലക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല ഉയർത്തി നോക്കി. ചക്രവാളത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. ജിബ്രീൽ പറഞ്ഞു, താങ്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, ഞാൻ ജിബ്രീലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ആകാശത്തേക്ക് നോക്കി. എവിടെ നോക്കിയാലും ജിബ്രീലിനെ തന്നെയാണ് കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ പരിഭ്രാന്തനായി. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ജിബ്രീൽ ആകാശത്ത് നിന്ന് അപ്രത്യക്ഷമായി. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് നടന്നു. ഭയവികുലനായി വീട്ടിലെത്തിയ മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സമ്മിലൂനി സമ്മിലൂനി, എന്നെ ഒന്ന് പുതപ്പിട്ടു മൂടൂ ഖദീജ. അത് കേട്ട് ഖദീജ ബീവി വേഗം തന്നെ ഒരു പുതപ്പ് കൊണ്ടുവന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുതപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പനി വന്നിരുന്നു. ആ സമയത്ത് ചെറിയൊരു ആശ്വാസത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഖദീജ, എനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്. ഖദീജ ബീവി ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, അള്ളാഹു നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്തുകയില്ല. കാരണം നിങ്ങൾ കുടുംബബന്ധം സ്ഥാപിക്കുന്നവരാണ്, സത്യം മാത്രം പറയുന്നവരാണ്, കാരുണ്യമുള്ളവരാണ്, പാവങ്ങളെ സഹായിക്കുന്നവരാണ്, ഏറ്റവും നല്ല സ്വഭാവശുദ്ധിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്തുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വാസത്തിൻ്റെ സ്നേഹപ്പൂക്കൾ കൊണ്ട് മൂടുകയാണ്. അൽഹംദുലില്ലാ, ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്കൊരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജ ബീവിയും തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ കഥയും കൂടിയാണ് ഈ ഒരു ചരിത്ര സംഭവം. മക്കയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ 2100 അടി ഉയരത്തിലുള്ള ഈ മലയിലേക്ക് മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഭക്ഷണം എത്തിച്ചിരുന്നത് ഖദീജ ബീവിയാണെന്ന് അറിയുമ്പോൾ നമുക്ക് എന്തൊരു സ്നേഹമാണ് അവർ തമ്മിലുണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖദീജ ബീവിക്ക് വേണമെങ്കിൽ ആരെങ്കിലും ജോലിക്കാരെ വിടാമായിരുന്നു. അതൊന്നും ചെയ്യാതെ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഞാൻ തന്നെ കൊണ്ടുകൊടുക്കണമെന്ന്, എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഞാൻ തന്നെ കൊണ്ടുകൊടുക്കണമെന്നുള്ള ഒരു നിയ്യത്തായിരുന്നു, ഒരു സ്നേഹമായിരുന്നു അത്.
മാത്രമല്ല സമ്മിലൂനി എന്ന് പറഞ്ഞിട്ട് പേടിച്ച് മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കയറി വന്ന സമയത്ത്, ആ സമയത്ത് തന്നെ കാര്യങ്ങൾ ചോദിച്ച് അറിയാതെ ആ സമയത്ത് മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുതപ്പിച്ചുകൊണ്ട് ആശ്വാസം നൽകിയിട്ട് കുറച്ച് സമയമെടുത്ത് പിന്നെ മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ ആ ഒരു കരുതൽ എത്രത്തോളമാണ് ഇരുന്നു ആ ഒരു സ്നേഹത്തിൻ്റെ ആഴമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ സ്നേഹിക്കാനും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചോദിച്ച ആ ചോദ്യത്തിന് ഒരുപാട് സഹോദരന്മാർ ഉത്തരം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. സുബൈദ ഹംസ എന്ന സഹോദരിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അവർ വാട്സപ്പുമായിട്ട് ബന്ധപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ചോദ്യം, മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പനിച്ചുകൊണ്ട് വിറച്ചുകൊണ്ട് സമ്മിലൂനി എന്ന് പറഞ്ഞുകൊണ്ട് ഖദീജ ബീവിയുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം കാര്യങ്ങളൊക്കെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ച് മനസ്സിലാക്കി ആശ്വസിപ്പിച്ചു. അതിനുശേഷം ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഖദീജ ബീവിക്ക് ഒരുപാട് സന്തോഷമായി. അതിനുശേഷം പിറ്റേ ദിവസം ഖദീജ ബീവി ഒരു പുരോഹിതന്റെ, തൻ്റെ കുടുംബവുമായ ഒരു പുരോഹിതന്റെ അടുത്തേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. ആ പുരോഹിതന്റെ പേരാണ് ചോദിക്കുന്നത്. എന്താണ് ആ പുരോഹിതന്റെ പേര്? ഖദീജ ബീവിയുടെ കുടുംബമാണ് അവരുടെ പേര് നിങ്ങൾ എല്ലാവരും അറിയുന്ന ആളുകളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അതിൽ നിന്ന് ഇൻഷാ അള്ളാഹ് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് അടുത്ത എപ്പിസോഡിൽ നമ്മൾ അവർക്കൊരു സ്നേഹ സമ്മാനം നൽകുന്നതാണ്. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും ഒക്കെ സ്വാലിഹായ അമലായി സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ആഖിറ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.